ഇന്നത്തെ ഒന്നാം വായനയിൽ നന്നായിട്ട് കബളിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈ ഇസ്ഹാക്കിനിഷ്ടം മൂത്ത മകൻ ഏസാവിനെയാണ്, റബേക്കയ്ക്കിഷ്ടം യാക്കോബിന്. രണ്ടുപേരുടെയും ഒരു കളി നടക്കുന്നുണ്ട് കുടുംബത്തിൽ. അപ്പം അങ്ങനെ ഒരു ചതി നടക്കുന്നുണ്ട്. ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന അപ്പന്മാർ ഈ കൂട്ടത്തിലുണ്ടാവും, പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ മകൻ പഠിക്കാൻ പോകുന്നില്ല എങ്കിൽ ആ പൈസ വേസ്റ്റാണ്. അതായത് പൈസ മുടക്കി, പക്ഷെ അവൻ നേരാവണ്ണം പഠിക്കുന്നില്ല. ഇനി ചില മക്കളുണ്ട്, കബളിപ്പിക്കും. അപ്പം എന്നെ ആ കോഴ്സിന് ചേർക്കപ്പാ, ഞാൻ പഠിച്ചോളാം എന്ന് പറയും. അവന് ചിലപ്പോൾ ഉദ്ദേശം വേറെ വല്ലതായിരിക്കും, ഇന്ന സ്ഥലത്ത് പോകാനും അവിടെ കറങ്ങി നടക്കാനും ഒക്കെ ആയിരിക്കും. പക്ഷേ പൈസ എല്ലാം വേസ്റ്റായി പോകും. ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ഞാൻ നന്നായി ജീവിച്ചോളാം കർത്താവേ, എനിക്ക് കൃപയെല്ലാം താ കർത്താവേ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ കൃപയൊക്കെ പാഴാക്കി കളയാൻ പറ്റുമോ? ഈ കുർബാനയൊക്കെ നിൽക്കുമ്പോൾ പോലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ ചതിക്കാൻ പറ്റുമോ? എല്ലാം താ, എനിക്കെല്ലാം താ എന്ന് പറഞ്ഞിട്ട് ആ തോമസ് അപ്പോസ്തലൻ എനിക്ക് കാണിച്ചു താ എന്ന് പറഞ്ഞിട്ട് കബളിപ്പിച്ചില്ല. കണ്ടത് കൊണ്ട് പ്രഘോഷിക്കാനായിട്ടുള്ള കൃപ കിട്ടി പ്രഘോഷിച്ചു. നമുക്കെല്ലാം കിട്ടിയിട്ടും ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളാത്തത് എന്തുകൊണ്ടാണ്? അതൊരു തരം കബളിപ്പിക്കലല്ലേ? എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടൊന്ന് പ്രയോജനപ്പെടുത്താത്തതുണ്ടാവും. നമുക്ക് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഈ ബലിയർപ്പണം ദൈവത്തെ പറ്റിക്കാതെ, ദൈവത്തെ വഞ്ചിക്കാതെ നമുക്ക് ഈ കൃപകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം.